വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ 2 ദിനങ്ങളിലായി നിങ്ങൾ പത്രവാർത്തകൾ കാണുന്നു. കയ്യിലിരിക്കുന്ന പേജറും പൊട്ടിത്തെറിക്കുന്നു, വാക്കി ടോക്കിയും പൊട്ടിത്തെറിക്കുന്നു. താമസമിന വീട്ടിലെ ഫാനും പൊട്ടിത്തെറിക്കും, റിമോട്ടിലോടുന്ന സകല സാധനങ്ങളും പൊട്ടിത്തെറിക്കും. അതിനെ ആസ്പദമാക്കി ഇപ്പോൾ പേജറും വാക്കി ടോക്കിയെങ്കിൽ വരാൻ പോകുന്നു മൊബൈലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന കാലം. ഇൻ്റർനെറ്റ് മർഡർ എന്നൊരു ഭാഗമായിരിക്കും ഈ രാത്രി വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി മനുഷ്യൻ മരണം കൊതിക്കുന്ന കാലം. അത് പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. വളരെ ആധികാരികമായി സയൻസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. 10 വാക്യങ്ങൾ വായിക്കും. 6 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരു 4-5 മിനിറ്റ് ഞാൻ വെള്ളം കുടിക്കും. കുഞ്ഞുങ്ങൾ ആ സമയത്ത് ഒരു പാട്ട് പാടുമ്പോൾ കാണിക്കെടുക്കും. അവസാനം കൃത്യം 9:30 മുമ്പ് തന്നെ ഇന്ന് രാത്രി 9:35 കൂടി അവസാനിപ്പിക്കും. 5 വാക്യം കൂടെ വായിച്ച് പാട്ട് പാടി നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമാപിക്കുമ്പോൾ ഈ 17ാമത്തെ സുവിശേഷ മഹായോഗം അവസാനിക്കും. എല്ലാവരും ശ്രദ്ധയോടെ. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങളിൽ 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും നിർണായകമായ ലോകത്തിലെ ജനസാന്ദ്രത പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യർ. നാളെ എന്ത് ഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. ഉന്നതിയുടെ പടവുകളിൽ ഒരു കഴുകൻ ഇര തേടുന്നത് പോലെ ശാസ്ത്രലോകവും സയൻസും മെഡിക്കൽ ഫീൽഡുമെല്ലാം വളരെ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മനുഷ്യകുലത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാമാരി ഇവിടെ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരായിരുന്നു നോവൽ കൊറോണ. അതിൻ്റെ 7ാമത്തെ വകഭേദമായി ഒമിക്രോൺ വരെ നാം കണ്ടു. പക്ഷേ 27 രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസവും പത്രവാർത്ത കോവിഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു അന്ത്യകാല സംഭവം തന്നെയാണ്. എല്ലാ സ്ഥലത്തും കഴിഞ്ഞ 2 വർഷത്തിൻ്റെ പിറകിൽ നിങ്ങൾക്കറിയാം. എള്ളുവിളയും കാരക്കോണോ കുന്നത്തുകാലും പാലിയോടുമെല്ലാം എവിടെ തൊട്ടാലും വൈറസ് ആയിരുന്നു. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, എവിടെ പിടിച്ചാലും വൈറസ്. മനുഷ്യൻ കരം കൊടുക്കാൻ ബുദ്ധിമുട്ടിയ ഒരു കാലം. അവിടെയെല്ലാം വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചന. ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു മഹാവ്യാധി വരും. 1800 മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് അനവധി പേരെ മരണത്തിൻ്റെ കരാളകസ്തങ്ങളിലേക്ക് തള്ളിവിട്ട ഒരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരാ പ്ലേഗ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നേഴ്സുമാർ, ടീച്ചേഴ്സിനെല്ലാം അറിയാം. ഇതായിരുന്നു പ്ലേഗ്. 117 വർഷം ലോകം വളരെ കുഴപ്പമില്ലാതെ പോയി. 1917 3 സംഭവങ്ങൾ കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ ഇവിടെ നിറവേറി. അതിൽ 1ാമത്തെ സംഭവമായി വീണ്ടും ഒരു മഹാമാരി വന്നു. അതിൻ്റെ പേരായിരുന്നു സ്പാനിഷ് ഫ്ലൂ. 2 ഇസ്രായേലിൻ്റെ മടങ്ങി വരവ്. എൻ്റെ കാന്തൻ്റെ ക്രൂശീകരണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. പീലാത്തോസിൻ്റെ അരമനയിൽ 2 കോടികൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവ്, 2 ബറബാസ്. യഹൂദ പരീക്ഷകൾ നിലവിളിച്ച് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ലോകത്തിൻ്റെ 5 വൻകരകളിൽ അവർ ചിതറി. ആദ്യമായി മടങ്ങി വരുന്നു 917. ഏറ്റവും നിർണായകമായി നവംബർ 11 രാത്രി 11 അതിൻ്റെ പേര് ആർതർ ബാൽവോർഡ് വിളംബരം. 3ാമത്തെ കാര്യം കാന്തൻ്റെ വരവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് യേശുക്രിസ്തുവിൻ്റെ വചനമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്രയേലിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അവൻ്റെ പേര് കാറൽ മാർക്സ്. സമത്വം, സുന്ദരം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. അവനുണ്ടാക്കിയ തത്വസംഹിത ഇന്നത്തെ മാർക്സിസം. അവൻ്റെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ഫ്രെഡറിക് ഏംഗൽസ്. അവർ ഈ പരിപാടി കൊണ്ടുവന്നത് ഇസ്രയേലിലാണ്. പക്ഷേ ഇസ്രയേലിൽ കമ്മ്യൂണിസം വന്നില്ല, വന്നത് റഷ്യയിലാണ്. 917 റഷ്യയിലെ ഭീമന്മാരായ സാർ ചക്രവർത്തിമാരെ തകർത്തുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളി സഖാക്കൾ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി. മെയ് 1-ാം തീയതി സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുവിൻ. അന്ന് റഷ്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം. കർത്താവിൻ്റെ വരവിൻ്റെ 3 ലക്ഷണങ്ങളിൽ 1 യഹൂദൻ മടങ്ങി വരുന്നു, 2 ഒരു മഹാവ്യാധി, 3 റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. അതിനോടനുബന്ധിച്ച് 102 വർഷത്തോളം കുഴപ്പമില്ലായിരുന്നു. 102 വർഷം കഴിഞ്ഞപ്പോൾ ദാ വന്നു നോവൽ കൊറോണ. ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്കും ഒലിവുമലയുടെ നിറകയിൽ നാഥനിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ മറുപടികളിൽ ഒരു മറുപടിയുടെ തുടക്കമാണ് കോവിഡ്. മത്തായി 24:21 നിങ്ങളുടെ ബൈബിളിലുണ്ട്.
ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. വി ആർ സെയിങ് അറ്റ് ദ ഇംഗ്ലീഷ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് ഇൻ യുവർ ഐസ് ദ ഹ്യൂമൻ കിങ്ഡം വാച്ചിങ് എ സൈമൾട്ടേനിയസ് പെസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. അമേരിക്കയിലെ ഓഗിയ മുതൽ കന്യാകുമാരിയിലെ തേങ്ങാപട്ടണം വരെ കടലിൻ്റെ അറ്റം മുതൽ ആഞ്ഞടിക്കുന്ന മഹാവ്യാധി. കോവിഡിൻ്റെ മറവിൽ കാന്തൻ്റെ വരവിൻ്റെ 30 ലക്ഷണങ്ങൾ നടക്കുന്നു. രണ്ട് സംഭവങ്ങൾ തൊട്ടുവെച്ച് ഇന്ന് രാത്രി വിശുദ്ധ തിരുവഴുത്തിലേക്ക് കടക്കാം. ഒരു ട്രെയിൻ യാത്രയാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പ്, ഒരു പ്ലെയിൻ ആകാശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ കോവിഡിൻ്റെ മറവിൽ ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിനാസ്പദമായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏവർക്കും നോട്ട് ചെയ്യാം. 2021 ഇന്ത്യയും ബഹിരാകാശവും. അതിൻ്റെ പ്രത്യേകത 2023 ഒന്നാമത്തെ പരിവേഷത്തിൽ ഇന്ത്യ പോയി 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ താണ്ടുവാൻ റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങൾ ഇന്ത്യ പരിവേഷണത്തിന് അയച്ചു. കൃത്യമായി ചന്ദ്രനിലെത്തി റോക്കറ്റിൽ നിന്ന് 36 ഉപഗ്രഹങ്ങൾ താഴെ ഇറങ്ങി ഇന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിൻ്റെ ഭാഗങ്ങൾ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ആ റോക്കറ്റിനകത്തൊരു ക്യാമറ വെച്ചു, വിക്രം ലാൻഡർ. ആ ക്യാമറ ഇന്ന് ചന്ദ്രൻ്റെ പടമെടുത്ത് ബാംഗ്ലൂർ ISROയ്ക്ക് കൊടുക്കുന്നു. 1 2 അതിനുശേഷം ചന്ദ്രയാൻ 3 കഴിഞ്ഞപ്പോൾ ഇന്ന് ഗഗൻയാൻ, അതിൻ്റെ പേര് 15 കോടി കിലോമീറ്റർ കത്തിപ്പടിക്കുന്ന സൂര്യനെ പഠിക്കുവാൻ 2ാമത്തെ ഉപഗ്രഹത്തെ അയച്ചു. അതിൻ്റെ പേര് ആദിത്യ 3. നാഗർകോവിൽ വണ്ടി കളിക്കാവളയിൽ കിടക്കുന്നത് പോലെ 15 ലക്ഷം കിലോമീറ്റർ കടന്ന് ശൂന്യാകാശത്തിൽ നിന്ന് അത് പടമയക്കുന്നു. 3ാമത്തെ സംഭവമായി ഇവിടുത്തെ കാരക്കോണത്തും അതുപോലെ വെള്ളറട സ്കൂളിലെ അധ്യാപകരുടെ മൊബൈലിൽ ഒരു ഫീച്ചർ വന്നു. സകല മൊബൈലിലും അത് വന്നു കഴിഞ്ഞു. അതിൻ്റെ പേരാ മാർസ് 1. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം. മനുഷ്യൻ ചൊവ്വയിലേക്ക്. ജോഗ്രഫി ടീച്ചേഴ്സിനോടോ ഫിസിക്സ് ടീച്ചേഴ്സിനോടോ നാളെ ചോദിക്കാം, എന്താ 5.25 കോടി കിലോമീറ്റർ കത്തുന്ന ചൊവ്വയെ പിടിക്കുവാൻ മലയാളി തയ്യാറെടുക്കുന്നു. പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും തിരുവനന്തപുരം സ്വദേശി രാകേഷും ചൊവ്വയിൽ പോകാൻ പോകുന്നു. മാർസ് 1 പേരുമിട്ടു. അതിനോടൊപ്പം ഇന്ന് മൈക്രോചിപ്പിൻ്റെ ഉപജ്ഞാതാവ് എലോൺ മസ്ക് പറയുന്നൊരു കാര്യമുണ്ട്, പണം തന്നാൽ 10 ലക്ഷം പേരെ ഞാൻ ചൊവ്വയിലെത്തിക്കാം. ഇവിടെ പൈസ ഉള്ളവർക്കൊരു സന്തോഷ വാർത്തയും പറയാം. ചൊവ്വായിൽ വൈകിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കത്തുള്ളൂ. ഉറങ്ങേണ്ടിയവർക്ക് 120 ദിവസം കാശുണ്ട്. അവിടെ കമ്പിളിയുമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. കാശുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ചൊവ്വ. 3ാമത്തെ സംഭവം അത് നിങ്ങളുടെ മൊബൈലിലടിച്ചാൽ അവസാനം കിട്ടും മാർസ് 1. അതുപോലെ തന്നെ 4ാമത്തെ സംഭവം ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യക്കാരി സുനിത വില്യംസ് വീണ്ടും ശൂന്യാകാശത്തിൽ ചെന്നു. അവളുടെ പേടകത്തിൽ നിന്നിറങ്ങി. പേടകം കുറച്ച് തകരാറായതുകൊണ്ട് താഴേക്ക് വന്ന് പണി നടത്തുന്നു. ഫെബ്രുവരിയിൽ വീണ്ടും ശൂന്യാകാശത്തിൽ നിന്ന് മടങ്ങി വരുവാൻ സുനിത വില്യംസ് തയ്യാറെടുക്കുന്നു. 4 സംഭവം കഴിഞ്ഞു. 5ാമത്തെ സംഭവമായി ഏറ്റവും നിർണായകമായ സംഭവം ഇവിടെ നടക്കുന്നു. അതിൻ്റെ പ്രത്യേകതമായി ഇന്ത്യ ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ 2021 ഡിസംബറിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മോഡി സാർ ISROയുടെ ബാംഗ്ലൂർ സെക്ഷനിൽ ചെന്ന് ES സോമനാഥ് അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാം എല്ലാവരും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതിൽ നല്ലത് സ്ഥിരമായി ഒരു ബേസ് സ്റ്റേഷൻ ശൂന്യാകാശത്തിൽ വേണം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ ദ സ്പേസ് സെയിങ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിളിനകത്ത് ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ ഇവിടെ കടക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-25 വാക്യമാ ഇന്നത്തെ മനുഷ്യൻ്റെ പരിവേഷണം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങളുണ്ടാകും. അതിനോടൊപ്പം തന്നെ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അതാ മലയാള മനോരമ ടെലിവിഷൻ ചാനൽ. കടൽ തിരമാല ഉയരുന്നു. കള്ളക്കടൽ കള്ളിക്കടൽ 6 മീറ്റർ വേലിയേറ്റം. ഇതെല്ലാം നടക്കുന്നത് കോവിഡിൻ്റെ മറവിൽ കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ. ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഇന്ന് തിരുവനന്തപുരത്ത് അനേകം ആശുപത്രി ഉണ്ട്. ആറാലുമൂട് നിംസ് തുടങ്ങി PRS, അപ്പുറത്ത് കിംസ്, എല്ലാം അനന്തപുരി, വലിയ വലിയ ആശുപത്രികൾ തിരുവനന്തപുരം. മനുഷ്യൻ്റെ അവയവം വണ്ടിയുടെ സ്പെയർ പാർട്സ് മാറ്റുന്ന പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലം. പക്ഷെ കാലം മാറി, കഥ മാറി. 2027 ലോകത്തിൽ ഏറ്റവും വലിയൊരു സർജറി നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ മനുഷ്യൻ്റെ തല മാറ്റിവെക്കാൻ ശാസ്ത്രം തയ്യാർ. ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെൻറ്റർ 72 വയസ്സുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേരാ സർജിയാവോ കനവേറോ. റഷ്യക്കാരനൊരു പയ്യൻ, അവൻ്റെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ചലനമില്ല, ഈ കഴുത്തിൽ കൂടെ അവന് ഇച്ചിരി വെള്ളം കൊടുത്ത് ജീവിക്കുന്നത്. ഈ കുഞ്ഞിനോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഭാരപ്പെടണ്ട, നല്ല ഒരു തല കിട്ടിയാൽ നിൻ്റെ തല അറുത്തിട്ട് വേറൊരു തല 8 മണിക്കൂർ കൊണ്ട് കുത്തിക്കെട്ടാം.
ഹൃദയത്തിന് വെന്റിലേറ്ററും കൊടുക്കാം. 30 ദിവസം ICU കിടക്കണം. 4 മാസം കഴിഞ്ഞ് വീട്ടിൽ പോകാം. പുതിയ തലയുമായിട്ട് പോകാൻ ശാസ്ത്രം തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ കിട്ടും ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ഡോക്ടർ പോൾ പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തലയും മാറ്റി. ഇനി മനുഷ്യൻ്റെ തല മാറ്റാൻ പോകുന്നു. ദാനിയേൽ 12 ഒരു വാക്യം ഇങ്ങനെ എഴുതൂ: അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. ടെക്നോളജിയും ജ്ഞാനവും. ഇപ്പം നാടൻ ഭാഷ, കാരക്കോണത്തുകാരുടെ ഭാഷ പറഞ്ഞാൽ അന്നമ്മയുടെ തലയെടുത്ത് ഈ പയ്യന് വെച്ചാൽ ആരുടെ സ്വഭാവം കിട്ടുമെന്ന് പേടിക്കുന്നു. അങ്ങനെ ശാസ്ത്രലോകം തയ്യാറെടുക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കോവിഡിൻ്റെ മറവിൽ അന്ത്യകാല ദിനങ്ങളിലേക്ക് ലോകം ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രിയും ഹല്ലേലൂയ എള്ളുവിളിയോട് പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയും പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. എള്ളുവിളയിലെ ദൈവ കുഞ്ഞുങ്ങളെ, എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ ഇൻ ദിസ് ഈവനിംഗ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വിശുദ്ധ വെളിപ്പാട് 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചിട്ട് മക്കളെ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി എള്ളുവിള 17-ാമത് കൺവെൻഷൻ ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, ടൈം ഈസ് കം നൗ. സമയമെടുത്തിരിക്കുന്നു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തിരിക്കുന്ന എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. വയനാട് നല്ലൊരു ജില്ലയെ, അവിടെ അനവധി സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടിയും ബാണാസുര സാഗർ, അതിനുശേഷം തിരുനെല്ലി, മീനങ്ങാടി, അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമായ മേപ്പാടിയിലും കൃപയാൽ ആ താഴെ പോയി പ്രസംഗിക്കാനിടെ അവിടെ ഉയർന്നു നിൽക്കുന്ന 4 മലകളുണ്ട്. 3 വയനാടിനോട് ചേർന്ന്, 1 മുണ്ടക്കൈ, 2 ചൂരൽമല, അതിനോടപ്പുറം വെള്ളാർമട്ട്, അതിൻ്റെ അപ്പുറത്ത് മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗമാണ് പുത്തുമല. ഇത്രയും മലകൾ ഒരു രാത്രി ഒരു സംഭവം നടന്ന അപ്പച്ചാമ്മച്ചി 12:30 ജനം കിടന്നുറങ്ങുമ്പോൾ 1-ാമത്തെ സംഭവം അതാ ഭൂകമ്പം. ഭൂമി പടുപട പൊട്ടും കിടുകിട കീറും മത്തനെ പോലെ ചാഞ്ചാട്, കാവൽ മാടം പോലെ ആടും, അത് വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. പിന്നെ 3:30 ആയപ്പോൾ ഉരുൾപൊട്ടാൻ തുടങ്ങി. 1000 ഭവനവുമായി വെള്ളത്തിലേക്ക് പോയി. ഇന്നും 78 പേരുടെ ഒരു അഡ്രസ്സും ഇല്ല. അതിൻ്റെ വിഷയം അവിടെ അല്ല. അതിനുമപ്പുറത്ത് 2-ാം പക്കം പുത്തുമലയിൽ നിന്നിറങ്ങിയ വെള്ളത്തിനകത്ത് നോക്കുമ്പോൾ മനുഷ്യൻ്റെ കൈ വേറെ കാല് വേറെ. നിലമ്പൂരിൻ്റെ മണ്ണിൽ കൂടി ഒഴുകുന്ന ചാലിയാർ പുഴ നോക്കുമ്പോൾ പച്ച മനുഷ്യൻ്റെ കൈ വേറെ കാല് വേറെ ഒഴുകുന്നു. ഇന്ന് രാത്രി എള്ളുവിളയിലും അതുപോലെ കാരക്കോണത്തും നിലമാമൂട്ടിലും ഒരു ഭൂകമ്പം ഉണ്ടാവായിരുന്നു. ഒരുപക്ഷെ മലകൾ ഇടിഞ്ഞ് താഴാമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മളെ കാത്ത ദൈവം കരമുയർത്തുന്നവർക്ക് എൻ്റെ കണ്ണിനെ കണ്ണുനീരിന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ്റെ കര ഇന്ന് രാത്രി വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കടത്താത്ത നല്ല ദൈവം, നിന്റെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കണ്ണീരിന് നടുവ് ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കരം വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നൈൻ്റെ പട്ടണത്തിൽ ഒരു മാതാവ് ഉണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് ആ പ്രിയപ്പെട്ടവൻ പോയി. തൻ്റെ ആശ്രയം 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച പ്രിയ മകനാ. പക്ഷേ കുത്തൊടുക്കിനകത്ത് തൻ്റെ പ്രിയന് മകനും മരിച്ചുപോയി. ആ അമ്മയുടെ വിലാവ് ശവമഞ്ചം ചുമർക്കുന്നവർക്ക് വിഷയമില്ല. സെമിത്തേരി ഒരുങ്ങി മരണയാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, വിലാപയാത്ര. എന്നാൽ അമ്മയുടെ ആദരത്തിൻ്റെ ഗംഗത, ഉള്ളിലെ അന്തരംഗത്തിൻ്റെ കണ്ണുനീരും കണ്ട് ഒരുവൻ ആ യാത്രയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നിൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ശവപ്പെട്ടിയിലകത്ത് ചേതനയറ്റ ചെറുപ്പക്കാരൻ്റെ
അവൻ്റെ ശരീരത്തിൽ എൻ്റെ നാഥൻ്റെ കരമൊന്ന് തൊട്ടപ്പോൾ അവൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കണ്ണുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങിയാൽ 17ാമത് കൺവെൻഷനകത്ത്, ഈ പട്ടണത്തിനകത്ത് ചില ചാവാറായ ശേഷിപ്പുകൾ ഇന്ന് രാത്രി എഴുന്നേൽക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. മദ്യപാനത്തിൽ കൂടി മരിച്ച ചിലത്, മയക്കുമരുന്നിൽ കൂടി മരിച്ച ചിലത്, ആത്മഹത്യയുടെ വക്കീലത്തെ ചിലത്, ഇന്ന് രാത്രി നാഥൻ്റെ കരവും വചനവും ഇവിടെ പ്രഘോഷിക്കുമ്പോൾ, ആത്മീയ ആരാധന വെളിപ്പെടുമ്പോൾ, ഇന്ന് രാത്രി ഹല്ലേലൂയ നൈൻ്റെ പട്ടണത്തിലെ വിധവയുടെ മകൻ എഴുന്നേറ്റതുപോലെ ചില ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി കരമുയർത്തുന്ന രാത്രിയായി മാറട്ടെ. കണ്ണുകൾ മൂടാൻ കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞ പൊന്ന് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പോൾ അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി രക്ഷയുടെ ദൂത് കേട്ട് അപ്പൻ്റെ വരവിന് വേണ്ടി ചില ജീവിതങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം കാക്കണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി, എള്ളുവിളയിലെ സമസ്ത കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി കാൽവറിയിലെ കരം തൊടുന്ന രാത്രിയായി മാറട്ടെ. ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അകത്തളത്തിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ നദി ഒഴുകട്ടെ, പുറപ്പാടിൻ്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി വചനം കേട്ട് നിത്യതയ്ക്ക് വേണ്ടി ചിലരുടെ പേരുകൾ ചേർക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ധരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ഈ മക്കളെല്ലാം വിടുതലോടെ കടത്തിവിടും. മകത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭജനഭാഗം എല്ലാവരും തിരുവചനത്തിലേക്ക് കൂടിയിരിക്കണം. 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിളിനകത്ത്. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ 5 തലങ്ങൾ: 1 സുവിശേഷം, മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും. യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, വരാനിരിക്കുന്ന നിത്യത. 2 വീണ്ടും കാണുന്നു അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യൻ. 3 തിരുസഭയെ ആചരിക്കേണ്ട ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയും രേഖപ്പെടുത്തി. റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ എല്ലാം വലിയ ലേഖനങ്ങൾ. 4 എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഇവിടെ നിൽക്കുന്നവൻ്റെ ന്യായവിധി, ഉപദേശത്തിൽ കടന്നു പോകുന്നവർക്ക് വരാനുള്ള പ്രത്യാശ, കടക്കാത്തവരുടെ അവസാന ദിനങ്ങളെപ്പറ്റി വീണ്ടും ലേഖനം. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. യൂദ അവസാനം ഇങ്ങനെ ലേഖനത്തിൻ്റെ പരിസമാപ്തിയിൽ എഴുതി: ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിനകത്ത് ഘോരഘോരം പാടും: പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്തോത്രം. ദൈവസഭയുടെ ഭാവികാല പ്രത്യാശ. അത് കഴിഞ്ഞിട്ട് യൂദ താഴെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്: പകപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരസംഘം, ജഡഭോഗം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, കള്ളുകുടി, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, ഇതിലെല്ലാം ആവശ്യമില്ലാത്ത പണികൾ ചെയ്യുന്ന സകല ഉപദേശിമാരെ, നാട്ടുകാരെ ന്യായം വിധിക്കുവാൻ നാം എല്ലാവരും വെള്ളസിംഹാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ എള്ളുവിളക്കാർക്ക് അത് പറയുമ്പോൾ ദുഃഖമില്ല. എല്ലാവരും നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ട ാകുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആദ്യം ന്യായം വിധിക്കുന്നത് നിങ്ങളെ ഒന്നുമല്ല, രാത്രി പ്രസംഗിച്ച് കവർ മേടിക്കുന്ന ഉപദേശിമാരെ, 2 സഭയുടെ പ്രസിഡന്റുമാരെ, 3 സെൻട്രൽ പാസ്റ്റർമാരെ, 4 ലോക്കൽ പാസ്റ്റർമാരെ, 5-ാമത്തെ ടോക്കണെ വിശ്വാസിക്കുള്ളൂ. സന്തോഷമില്ലല്ലോ? സ്വത്രം. ആദ്യം ഞങ്ങളാ പോയി നല്ല കാര്യങ്ങൾ ന്യായവിധി, ബാക്കി നിങ്ങൾക്ക് പുറകെ ഉള്ളൂ. സ്വത്രം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ മാരക വ്യാധികൾ വരും. കൊറോണയെ നമ്മൾ കണ്ടോളൂ. ഇപ്പം വരുന്നു മങ്കി പോക്സ്. അതിന്
പേടിയായോണ്ടാണ് എംബോക്സ് എന്നാക്കിയത്. യഥാർത്ഥത്തിൽ അത് മങ്കി ബോക്സാ. സ്വോത്രം. ശരീരത്തിനകത്ത് കുത്തുവീഴുന്ന മങ്കി ബോക്സ്. നെയ്യാറ്റിൻകരയിൽ അമീബ, മസ്തിഷ്ക ജ്വരം, മലപ്പുറത്ത് നിപ്പ, അതിനുശേഷം ഷിഗല്ല, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, H1N1, പന്നിപ്പനി, എലിപ്പനി, അന്നമ്മ ചിന്നമ്മ മറിയാമ്മ പോലെ പനികളെല്ലാം പുറകെ വന്നുകൊണ്ടിരിക്കുക. കോവിഡിൻ്റെ മറവ്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ പണം കിട്ടിയില്ലെങ്കിൽ നെയ്യാറ് ചൂണ്ടയിടാൻ പോകും. നമ്മുടെ കാരക്കോണത്തെ അമ്മിണിക്കുട്ടിയും ചിന്നമ്മക്കുട്ടിയും കൂടെ ബൈബിളും താത്തു വെച്ച് ഉപദേശി വിളിച്ചാൽ പോണും എടുക്കത്തില്ല, തൊഴിലുറപ്പിന് പോയി. ഇതെല്ലാം സംഭവിക്കും. സ്വോത്രം. അത് കണ്ടിട്ടാ യൂത പറഞ്ഞത്, വീഴാതിരിപ്പാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റേ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനമേറ്റെടുക്കുന്ന ദൈവങ്ങൾ പട്ടിണിയായാലും ഉപവാസമായാലും കൊറോണയായാലും സ്വർഗമുഖത്തേക്ക് വീട്ടിനകത്ത് പായ വിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ, ഈ കട്ട ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ മടങ്ങി വരണമേ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് അവസാന ഭാഗം യോഹന്നാൻ പത്മോസിനകത്ത് ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവനെ എള്ളുവിളയിൽ അനീതി ചെയ്യട്ടെ. ഓണത്തിന് കുടിയന്മാർ കുടിച്ച് തീരട്ടെ. സ്വോത്ര. നീതിമാൻ മൂട്ടുമടക്കട്ടെ. ഒരിക്കൽ കൂടി തമ്പുരാന്റെ സന്ധിയെ താഴ്ന്നവൻ ഇങ്ങനെ പറയും, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. അതുകൊണ്ട് ആ വെളിപ്പാട് സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ മടങ്ങി വരും. യേശുക്രിസ്തുവിനെ പറ്റി സുവിശേഷങ്ങളിൽ 5 ഭാഗമുണ്ട്. പെന്തിക്കോസുകാരും പ്രസംഗിക്കത്തില്ല, നാട്ടുകാരും പ്രസംഗിക്കത്തില്ല. 1 അവൻ്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-മത്തെ കാര്യം പിശാചിനും ഇഷ്ടമല്ല, നമുക്ക് പ്രസംഗിക്കുന്നതിനും ഇഷ്ടമല്ല. ആരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതാ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. ശ്രദ്ധയോട് AD 30 കാൽവറിയിലെ ക്രൂശീകരണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവ് എൻ്റെ നാഥൻ പരമയാഗമായി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. കാലഘട്ടത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതിക്കകത്ത് ഭരണാധികാരികൾ പടപടാ മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഹെരോദാവ് ഏദോമിൻ്റെ ഗവർണർ, അതിനുശേഷം പീലാത്തോസ് റോമിൻ്റെ ഗവർണർ, അവർക്ക് ശേഷം പടയാളികളും സൈന്യാധിപന്മാരും മാറി. പുറകെ വന്നത് ആരൊക്കെയാണെന്നറിയാമോ? പുറകെ വന്ന പലരുമുണ്ട്. അതിലൊന്നായിരുന്നു വെസ്പേഷ്യൻ. അടുത്തവൻ നീറോ, റോമാ നഗരം ചുട്ടരിച്ചു. അതിനുശേഷം വേറൊരുവൻ വന്നു, ടൈറ്റസ് യെരുശലേമിൻ്റെ ആലയം തകർത്തു. അതിനുശേഷം വീണ്ടും വന്നു, അവൻ്റെ പേരാ ഗ്രേറ്റ് ഡൊമേഷൻ. ഈ പടയാളികളെല്ലാം ക്രിസ്തുവിൻ്റെ ഭക്തന്മാരെ മുഴുവൻ കാലപുരിക്കഴിച്ചു. അതിലാ അവർക്ക് സന്തോഷം തോന്നി. പക്ഷേ അവർ നിത്യതയുടെ കവാടത്തിൽ. നിങ്ങൾക്കേവർക്കറിയ ഭക്തനായ സ്തേഫാനോ, ശൗലെന്ന് പറയുന്ന എബ്രായൻ കപ്പൽ മുതലാളിയുടെ മകൻ, കീശയിൽ കാശ്, പഠനത്തിൽ മുൻപന്തിയിൽ നിന്നവനാ. ആരെയറിഞ്ഞത്? സ്തേഫാനോസിനെ അറിഞ്ഞത്. പാവപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തൻ. എറിയെല്ലാം പടപടാ കിട്ടി. താനും വിചാരിച്ച് താൻ പോകാൻ പോവുക. അവസാനം താഴെ വീണപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കണ്ടു. ഇന്ന് രാത്രി അപ്പച്ചാമ്മച്ചി ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ല. അതുകൊണ്ട് ആ സ്തേഫാനോസിനെ സ്വർഗം കാണിച്ചത്, കുഞ്ഞ്, നിനക്കവിടെ എഴുതി കിട്ടിയാലും ആടി കിട്ടിയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിൽ നിന്നെ വാസം ചെയ്യുക. നീ മുകളിലേക്ക് വരുക. അതുകൊണ്ട് ആ മരണ വീട്ടിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. അതിനുശേഷം അവനെ എറിഞ്ഞ പുള്ളിയാ നമ്മുടെ ശൗൽ. അവന് 2-മത്തെ ലിസ്റ്റ് കിട്ടി, കൊട്ടേഷൻ. ആരെയാ? അനന്യാസിനെ കൈകാര്യം ചെയ്യാൻ. ഉച്ച സമയം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെള്ളക്കുതിര ടക്ക് ടക്ക്, കൂടെ അനുയായികളുമുണ്ട്. കീശയിൽ കാശുണ്ട്, മൊബൈലുണ്ട്, പോലീസുകാരൻ നമ്പറുണ്ട്, കഴിക്കാൻ കോക്കക്കോളയുണ്ട്. ഇങ്ങനെ സിറിയയുടെ തലസ്ഥാനത്തിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗത്തിൻ്റെ ഒരു ടോർച്ച് അടിച്ച്, ശൗലേ, ശൗലേ, നീ ഉപദ്രവിക്കുന്നത് ആരാ? അങ്ങ് ആരാകുന്നു കർത്താവെന്ന് ചോദിച്ചത്. കുതിരയുടെ മേളിൽ നിന്ന് ദാ കിടക്കുന്നു താഴെ. കാരക്കോണത്തെ സകല അച്ചായന്മാരെ അടിക്കാൻ കർത്താവിൻ്റെ ടോർച്ചുണ്ട്. കൊണപ്പെട്ടാൽ നീ എനിക്ക് നല്ലതാ. സ്വോത്രം. അപ്പോഴേ ഇന്നത്തെ കാരക്കോണത്ത് ഏതെങ്കിലും ശൗല് വീട് കഴിഞ്ഞാൽ വാസനയിലെ ചൈതന്യയിലും അല്ലെങ്കിൽ കരമന ആരാധനയിലും കൊണ്ടുപോയി. നമ്മുടെ ശൗലിനറിയാം എവിടെ കൊണ്ടുപോയാലും രക്ഷയില്ലെന്ന്. എല്ലാം കൂടെ 108 എടുത്തിട്ട് ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയി. നേർവീതി തർശോഷുകാരനെ യൂദയുടെ വീട്ടിൽ. ഇപ്പം നോട്ടീസൊന്നും അടിച്ചില്ല. അവൻ കണ്ണീരോടെ കരയുക. അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. ഉടനെ അനന്യാസിനെ വിളിച്ച്, അനന്യാസേ, ഒരു വാട്സപ്പ് സ്വർഗത്തിൽ, നീ പെട്ടെന്ന് MIT ബൈക്കുമായിട്ട് ചെല്ലണം. അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ച് ചെതുമ്പൽ കളയണം. അനന്യാസ് ഞങ്ങളുടെ ഒറിജിനൽ ഉപദേശിയായിരുന്നു. അനന്യാസ് സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ്, അവൻ നമ്മുടെ എള്ളുപിള്ളയിലെ കൺവെൻഷൻ്റെ 4 ഫ്ലക്സ് എടുത്തുകൊണ്ട് അടുപ്പിക്കൊണ്ട് വെച്ച് കഞ്ഞി ഉണ്ടാക്കിയവനാ. സ്വോത്രം. നമ്മുടെ പാസ്റ്റർക്കെതിരെ പോസ്റ്റ് ഇട്ടവനാ. പിന്നെ വഴിനീള എല്ലാ കൺവെൻഷൻ പോസ്റ്ററും കരിയായിൽ അടിച്ചതാണ്. കഴിയുമെങ്കിൽ 2 കൊല്ലം അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. സ്വോത്രം. ഇതാ ഞങ്ങളുടെ ഉപദേശിമാർ. സ്വോത്രം. ഇവിടെ ഞങ്ങൾ സ്റ്റേജിൽ എന്തോ ഒരു പക്വതയുള്ളവരാണ്.
ഈ പെന്തിക്കോസിൽ സ്ഥലം മാറ്റത്തിൻ്റെ കമ്മിറ്റി വരണം, അന്നേരം കാണണം നിൻ്റെ രൂപവും ഭാവവും. സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണിമതി. സ്വോത്രം. നമ്മുടെ സ്റ്റേജിലെ പാട്ടൊക്കെ മാറും. സ്ഥലം മാറ്റത്തിൻ്റെ കമ്മിറ്റി വരുമ്പോഴാണ് 7 വിളക്കിൻ നടുവിൽ നിൻ്റെ രൂപവും ഭാവവും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം പറഞ്ഞാടാ കുഞ്ഞ് പടപടാ വണ്ടി എടുത്തു പോകണം. അനന്യാസ് നേരെ പോയി വണ്ടിയെടുത്ത് അവിടെ ചെന്നപ്പോൾ പാവപ്പെട്ട ശൗല് കരഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ തലയിൽ കൈവച്ച് ഒരു വിളി വിളിച്ച അച്ചായമ്മ ഇത് കേൾക്കണം. അതിൻ്റെ പേര് സഹോദരാ ശൗലേ. സ്വോത്രം. കഴിഞ്ഞ 3 ദിവസത്തിന് ശേഷം മലപ്പുറം കത്തിയും വടിവാളും കൊടുവാളുമായിട്ട് വന്നവൻ്റെ തലയെ കൈവച്ചിട്ട് എങ്ങനെ വിളിക്കുന്നത്? ഇതിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ സ്നേഹം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ശത്രുവിനെ വെറുക്കുന്ന സുവിശേഷമല്ല, ഇന്ന് രാത്രി ഞങ്ങൾ എള്ളുവിളയിൽ ഉയർത്തുന്നത് ശത്രുവിനെ പോലെ സ്നേഹിക്കുന്ന സുവിശേഷത്തിൻ്റെ വക്താവ്. ഇന്ന് രാത്രി ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. നിൻ്റെ ശത്രുവിനെ പോലും കൊല്ലാൻ വരുന്നവനെ, തല്ലാൻ വരുന്നവനോട് മകനെയും മകളെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ സത്വാർത്ത അറിയിക്കുന്നത് ഇന്ന് രാത്രി ഞങ്ങളുടെ സുവിശേഷം. അതുകൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിനകത്ത് ഇങ്ങനെ പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർതിരിക്കും? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, ആപത്തോ, നഗ്നതയോ, വാളോ. സ്വോത്രം. ഒറ്റയാടി അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ലേസറൊന്നും വേണ്ട. ആരെ കാഴ്ച? ശൗലിൻ്റെ കാഴ്ച കിട്ടി. അയ്യോ, ഇന്ന് കുന്നത്തുകാലി കാഴ്ച കിട്ടിയ 3 ടെലിവിഷൻകാരുണ്ട്. ഒന്ന് പവർവിഷനുണ്ട്, ഒന്ന് ഹാർവസ്റ്റ് ഉണ്ട്, മന്ന TV ഉണ്ട്. പിന്നെ ഇന്ന് എല്ലാ പാസ്റ്റർമാർ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെ ചൈനയിൽ നിന്ന് MBBS എടുത്തൊരു കള്ള ഡോക്ടറുണ്ട്. സ്വോത്ര. ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. ഡോക്ടർ. ഉടനെ ഈ കള്ള ഉപദേശി പറയും, ഡോക്ടർ വാച്ച് ദിസ് റിപ്പോർട്ട്. ഉടനെ ഈ കള്ള ഡോക്ടർ പറയും, അരവിന്ദ് കണ്ണാശുപത്രി പറഞ്ഞ് ഇനി കാഴ്ച കിട്ടത്തില്ലെന്ന്. സ്വോത്രം. വാസൻ പറഞ്ഞ് കിട്ടത്തില്ലെന്ന്. ഞങ്ങളുടെ അഭിഷിക്തൻ എന്താ കൈവച്ച് അവന് കാഴ്ച കിട്ടി. സ്വോത്രം. കിടക്കുന്ന സ്വോത്രം. ഇതാ ഇന്നത്തെ സൂചിച്ചായിട്ട് ഈ കള്ളന്മാരെ എല്ലാം കർത്താവ് തീർക്കും. സ്വോത്ര. ആ കാഴ്ച ലഭിച്ചവനെ സാക്ഷ്യവും നല്ലതാ, ടെലിവിഷനും നല്ലതാ. അനന്യാസിനോട് ചോദിച്ചു, ഉപദേശി ഞാൻ എന്ത് ചെയ്യണം? ഉപദേശി പറഞ്ഞു, മര്യാദയ്ക്ക് നീ രക്ഷിക്കപ്പെട്ടോണെന്ന് പറഞ്ഞു. സ്വോത്രം. 2 നീ എന്ത് ചെയ്യണം? നാട്ടുകാരെ തല്ലിയത് ഓർത്ത് അനുദപിക്കണമെന്ന് പറഞ്ഞു. സ്വോത്രം. നീ അടുത്തത് എന്ത് ചെയ്യണം? മാനസാന്തരം. നിൻ്റെ കൂട്ടുകാർ AK-47 കള്ളുകൂടിയൊക്കെ മാറണം. 4 നീ എന്തോ ചെയ്യണമെന്ന് പറയും. നമുക്ക് അടുത്ത ഇച്ചിരി കലക്കവെള്ളമുണ്ട് കാരക്കോണത്ത്, മുങ്ങി അവിടെ സ്നാനം വെക്കണമെന്ന് പറഞ്ഞു. സ്വോത്രം. 5-ാമത്തെ കാര്യം എന്താ പറഞ്ഞു? സഭയിലോട്ട് വന്ന് മുട്ടുമടക്കണമെന്ന് പറഞ്ഞു. 6-ാമത്തെ കാര്യം എന്താ പറഞ്ഞു? തിരുമേശയെ പങ്കാളിയാകണമെന്ന് പറഞ്ഞു. 7 ശൗലേ, നീ മേൽക്കുമേൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ പേരാ കണ്ണു തുറന്നവൻ വചനമേറ്റെടുത്ത് അവനെ ചേർക്കാൻ ആ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത്. ഇന്ന് രാത്രി പെന്തിക്കോസുകാരെല്ലാം അങ്ങ് കേട്ടാട്ടെ. തോലടിയും കാരക്കോണവും നിലമാമൂട്. സ്വോത്രം. അല്ല, കണ്ണ് തുറക്കുമ്പോൾ കാലേ ക്യാമറ, കയ്യേ ക്യാമറ, കള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേറെ. സ്വോത്രം. ഇത് പറഞ്ഞുകൊണ്ട് പണം പിരിക്കുന്നവന്മാർ പിന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. ആ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെ മരിച്ചെന്ന് ആരും പ്രസ്താവിക്കുന്നില്ല. അവൻ എങ്ങനെ മരിച്ചെന്നറിയാമോ? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ. അപ്പോസ്തലന്മാർക്ക് മുഴുവനും ക്രൂരമായ ശിക്ഷാവിധിയാണ് കൊടുത്തത്. ഇതിനാസ്പദമായി അവനെ അവസാന കാലങ്ങളിൽ റോമിൻ്റെ ഗവൺമെൻറ് കൊണ്ടുപോയത് ഓസ്ട്രേലിയ ഒരു ജയിലിനകത്താണ്. ഒരു കുഞ്ഞ് കാരാഗ്രഹം. അതിനകത്തൂടെ വെള്ളവും ചായയൊക്കെ ഒന്ന് കൊടുക്കുന്നത്. അവന് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഫിലോമോൻ ഉണ്ടായിരുന്നു, മറ്റൊരുവനായിരുന്നു തിമത്തിയോസ്, തൻ്റെ പ്രിയ മകൻ. അതിനോട് ചേർന്ന് ഒനേമിയസ്. അവരൊക്കെ കളിക്കാവിളിയോ മാർത്താണ്ടോ പളികലോ ഒക്കെ ട്രാക്ക് കൊടുക്കാൻ പോയിരിക്കുക. അപ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി വന്നിട്ട് പൗലോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദര, നാളെ പകൽ ഒരു 11 മണിക്ക് നിന്നെ കഴുത്തറുത്ത് കളയും. സ്വോത്രം. ശൗലങ്ങ് ഞെട്ടിപ്പോയി ഈ കൽപ്പന കേട്ടപ്പോൾ. ചില അറബ് രാജ്യങ്ങളിൽ പകൽ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് ശിക്ഷ ചെയ്യുന്നവരുടെ കൈയും കാലും പരസ്യമായിട്ട് വെട്ടുന്നൊരു പരിപാടിയുണ്ട്. ചില വിദേശ രാജ്യങ്ങളിൽ ഇന്നും അറബ് ലോകത്ത് ആ ശിക്ഷാവിധിയുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ഒരു പേടി, എന്തായാലും മരിക്കും. പക്ഷേ ഇന്നത്തെ കണക്ക് പേജറും വാക്കിട്ടോക്കി മൊബൈലും ഒന്നുമല്ല. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ എവിടുന്നെങ്കിലും ട്രാക്റ്റും കൊടുത്ത് പരസ്യവും കഴിഞ്ഞ് വലിയ ഉപദേശിയെ കാണാൻ വരുമ്പോൾ ഇതിനകത്ത് ആരുമില്ല, പടയാളികൾ ഒട്ടും മിണ്ടത്തുമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരു വാക്ക് പറയാൻ ഇവിടെ ആരുമില്ലല്ലോ. അന്ന് അവൻ്റെ മുൻപിലിരുന്ന് ചിരട്ടയിൽ വെള്ളം, ഇന്ന് പാസ്റ്റർ തന്നുള്ള കുപ്പിവെള്ളമോ ഗ്ലാസ് വെള്ളവും അല്ല, അന്ന് കുറ്റവാളികൾ കൊടുക്കുന്ന ചിരട്ടയിലെ വെള്ളമാണ്. അപ്പുറത്ത് ഒരു കരിക്കട്ട എങ്ങനെയോ അത് കിട്ടി. അത് ജയിലിൻ്റെ ഭിത്തിയിൽ പൗലോസ് അവസാന സമയം എഴുതി. തിമത്തിയോസ് വരട്ടെ, ഒനോമസ് വരട്ടെ, ഫിലോമോൻ വരട്ടെ, ആരോ വരട്ടെ, അവർക്ക് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുത് മക്കളെ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വായിക്കുന്ന നിങ്ങൾക്ക്, വചനം കേൾക്കുന്ന നമ്മൾക്കുമല്ല നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ
ഇതായിരുന്നു പൗലോസിൻ്റെ പ്രത്യാശ. എല്ലാവരും കേൾക്കണം. ഇന്ന് കാരക്കോണത്ത് വചനമെടുത്ത വീടും കാറുമല്ല. അന്ന് പൗലോസിനെ ഒരു പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്നു. മനസ്സിലാക്കണ, ചെറിയ കൊല്ലായിൽ മില്ലിനകത്ത് തടി ഇറക്കുന്നത് പോലെ പടപടാ പൗലോസിൻ്റെ തലയിറത്തു. ആ തല ദൂരെ തെറിച്ചു വീണപ്പോൾ ജോസേഫസ് എഴുതി വെച്ചു, അവൻ്റെ നാവ് ചലിച്ചു, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, കൂടാരമായ ഭൗമഭവനം ഇവിടെ കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിൽ എനിക്ക് വാസമുണ്ടെന്ന പ്രത്യാശയോടെ കരമുയർത്തിയവനാ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനമെടുത്ത ധന്യനായ പൗലോസ് ശ്ലീഹ. സ്വോത്രം. അതിനുശേഷം യാക്കോബിനെ വെട്ടിക്കൊന്നു. അതിനുശേഷം പത്രോസിനെ നേരെ ക്രൂശിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അതിനുശേഷം ഓരോ ഭക്തന്മാരെ AD 72 ഇന്ത്യയിൽ വന്ന തോമാസ് അപ്പോസ്തലനെ ഇവർ വധിച്ചു കളഞ്ഞ ആ കാലഘട്ടത്തിൽ കാൽവരി ദർശനം കണ്ട യോഹന്നാൻ യാത്രയായി. AD 64 അവൻ പോയ സ്ഥലമാ തുർക്കിയിലെ ഏഷ്യ മൈനർ, ആസിയയിലെ 7 സഭകളുണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്മരണയും തുദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭയ. കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് ഡൊമേഷൻ 90 കാലഘട്ടത്തിൽ ചോദിച്ചു, തച്ചൻ്റെ മകൻ യേശു രക്ഷകനെന്ന് റോം പറയത്തില്ല, തച്ചൻ്റെ മകൻ്റെ വചനം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പടയാളികൾ പറയും, സാറേ മിക്കവാറും എല്ലാവരെയും കാലപുരി കഴിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, അവൻ എവിടെ കിടക്കുന്നു? അവൻ കിടക്കുന്നത് ഏഷ്യ മൈനർ എഫെസോസിൽ. കത്തെഴുതി കൊടുത്തു. അവനെ പോയി കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാൾ കൊണ്ട് കൊല്ലുവാൻ. വയോധികനായ യോഹന്നാനെ തേടി വെളുപ്പിന് 5:30 മണിക്ക് പള്ളിയുടെ മുറ്റത്ത് തോറയുടെയും തനാക്കിൻ്റെയും തൽമൂദിൻ്റെയും ചുവരുകൾ വായിച്ചു കൊണ്ടിരുന്ന അപ്പച്ചൻ്റെ കൈകാലുകളിൽ വിലങ്ങ് വീണു. 90 വയസ്സ് കഴിഞ്ഞ് അപ്പച്ചൻ കൈകാലുകൾ വിറയ്ക്കുന്നു. ഈ പ്രിയ പിതാവിനോട് പറഞ്ഞ്, താങ്കളുടെ മരണദിനം കൊണ്ടുപോവുക. അദ്ദേഹത്തെ നേരെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി ഇതുപോലുള്ള ഒരു തടിയുടെ പ്രതലത്തിൽ അദ്ദേഹത്തെ കടത്തി. 5:30 ആയപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു. 6 മണിക്ക് കാരാഗ്രഹം, 6:30 ക്യാൻസറിന് റേഡിയോ തെറപ്പി കൊടുക്കുന്ന മാർക്ക് ചെയ്തു. തല മുഖാഭരണം ധരിപ്പിച്ചു. 6:30 കഴിഞ്ഞ് 7 മണിക്ക് സൈറൺ മുഴങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശുവിനെ അടിച്ച ഒരു പടയാളി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ റോമൻ്റെ പടയാളി പെരിട്ടോണിയസ്. അവൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിൽ 2 ചാട്ടവാറുണ്ടായിരുന്നു. 1 വാളച്ചൂണ്ട, 2 ഈയക്കട്ട. അവൻ്റെ കസിനായ ഒരു ചെറുപ്പക്കാരന് ഈ വരുന്നവരെ കൊല്ലുന്നത്. അവൻ 7 മണിക്ക് സൈറൺ മുഴങ്ങിയപ്പോൾ പടപടാ ഉടവാളുമായിട്ട് വന്നു. പെരിയ യോഹന്നാൻ അപ്പോസ്തലന്റെ ശരീരം ഇങ്ങനെ കീറാൻ തുടങ്ങി. കീറിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു, പെരുമ്പാമ്പിൻ്റെ ശരീരം ഒട്ടിപ്പിടിക്കുന്നത് പോലെ നാടൻ ഭാഷയിൽ. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അദ്ദേഹം വാളെടുത്തെറിഞ്ഞു. അനവധി പേരുടെ ശരീരത്തിലേക്ക് മൂർച്ചയേറിയ ആയുധം കുത്തിയുറക്കിയ പടയാളി പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്, കെട്ടഴിച്ചു വിട്ടേക്ക. ഇന്ന് രാത്രി മാതാവേ പിതാവേ സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, കൈകാലുകൾ ബന്ധനാവസ്ഥയിലായിരിക്കും, ശരീരത്തിനകത്ത് കുത്തേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വാഗ്ദത്തം ചെയ്ത കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ കെട്ടിയ കെട്ടുകൾക്കകത്ത് നിന്ന് രാത്രി പുറത്തു കൊണ്ടുവരുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കാര്യം മനസ്സിലാകുന്നവർക്കായി ഈ അവസാന രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരുപക്ഷെ ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കും. RCCയും കിംസും പറയും ഇനി മരണമുറപ്പ്, ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം വന്ന അച്ചായ എന്ന് രാത്രി കരമുയർത്തി പറയണം. 336 ഗ്രാമുള്ള താങ്കളുടെ ഹൃദയം 2 4 അറകൾ. ആ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഹാർട്ടിൻ്റെ ഡോക്ടർ പറയും, കുഞ്ഞുങ്ങളോട് രഹസ്യമായിട്ട് പറയും, അപ്പച്ചൻ ഇനി അധികം നാളൊന്നുമില്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ വാക്ക് കേട്ട് അപ്പച്ചനോട് ചെറിയ ചെറിയ കാര്യം പറഞ്ഞാണ് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, കാരക്കോണത്ത് ഇന്ന് രാത്രി കുന്നത്തുകാല്, ഇന്നത്തെ രാത്രി എള്ളുവിളയും നിലമാമോട് ഞാൻ വചനമെടുത്ത് ദൈവസന്നിധിയിൽ ആരാധിച്ചപ്പോൾ, എൻ്റെ സഭയിൽ മുട്ടുമടക്കിയപ്പോൾ, രാത്രിയിൽ വന്ദനം യേശുവരെ പാടിയപ്പോൾ, അമ്മച്ചി ഇന്ന് രാത്രി കരമുയർത്ത് പ്രഭാതത്തിൽ മനമേ പക്ഷിഗണങ്ങെ പാടിയപ്പോൾ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്തിറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരമുയർത്തണം. ഇന്ന് രാത്രി പറയണ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ക്യാൻസർ എനിക്കെതിരെ ആഞ്ഞടിക്കുക, ഒരു രോഗക്കെട്ട് എനിക്കെതിരെ ആഞ്ഞടിക്കുക, മെഡിക്കൽ സയൻസ് എനിക്കെതിരെ എതിരായിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറിപ്പോകും. കരമുയർത്തുന്നവർക്ക് കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ എള്ളുവിളയിൽ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ ഇന്ന് രാത്രി എന്നെ വിട്ടു പോകുകയില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തം
വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു തൈറോയിഡിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല. ഈ രാത്രി വചനം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്ത് പോകാവൂ. ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്, അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ടുള്ളവന്റെ കരം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ബ്രദർ സിസ്റ്റർ ഇന്ന് രാത്രി പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവ, സൂര്യനെ ചന്ദ്രനെ അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വച്ച ദൈവ, സോംപൂറ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ വച്ച ദൈവ. അവൻ അറിയാതെ എള്ളുവിളയിൽ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded in this evening. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന രോഗക്കെട്ടുകളെ മാറ്റിക്കൊണ്ട് യോഹന്നാൻ കാരാഗ്രഹത്തിനകത്ത് എഴുന്നേറ്റതുപോലെ 17ാമത് കൺവെൻഷൻ രോഗസൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ഈ രാത്രി നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവന്റെ കര ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാ. ആണ്ടവരിൻ വല്ലമായി പരിശുദ്ധ ആത്മാവിന്റെ തൂവയാവി ഇന്ന് രാത്രി ചില ശരീരങ്ങളകത്ത് വ്യാപരിക്കുന്ന രാത്രിയാ. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാള് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ നാഥന്റെ കര ഈ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറയണം, നാട്ടുകാർ നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും, വീട്ടുകാർ നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും. അതിൻ്റെ നടുവിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ തല ഉയർത്തുന്നത് പോലെ ഇന്ന് രാത്രി എള്ളുവളെ നിന്നെ ഉയർത്തുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് രണ്ടാമത് ഹല്ലേലൂയ. ഡൊമീഷൻ്റെ അടുത്ത് നിന്ന് അവർ പറഞ്ഞു, സാർ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഡൊമീഷൻ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞിട്ട് അവർ വന്നു. സ്വോത്ര കൊടുത്ത കൽപ്പനയെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് വയോധികനെ കൊണ്ടിടുവാൻ രാവിലെ അവർ വീണ്ടും പടപടാ വന്നു. പടയാളികൾ പോലീസ് ജീപ്പ് വരുന്ന പോലെ വന്നു. സ്വോത്ര ആ യോഹന്നാൻ അപ്പോസ്തലന്റെ കരത്തെ പിടിച്ചു. അപ്പച്ചനോട് പറഞ്ഞു, ഇന്ന് അവസാന ദിവസം കഴിക്കാൻ വല്ല ഫ്രൈഡ് റൈസ് വേണോ, ചിക്കൻ വേണോ, ആരെങ്കിലും കാണാനുണ്ടോ, വെള്ളമുണ്ട് വെള്ളയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ഇന്നൊരു നല്ല മരണത്തിൻ്റെ ദിനം ആസ്വദിക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, വായിര് കുഞ്ഞുങ്ങളെ, താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൂട്ടുകത്തി മുക്കാനോ. സ്വോത്ര അപ്പച്ചൻ്റെ മുഖത്തൊരു പുഞ്ചിരി. അപ്പം ചോദിച്ചു, വയോധികനായ ഉപദേശിയേ, എന്തിനാ ഈ മരണത്തിൻ്റെ ധ്വനികൾ തൻ്റെ ചെവിത്തടത്തിൽ കേൾക്കുമ്പോൾ എന്തുകൊണ്ടൊരു മന്ദസ്മിത? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ രാജാവ് കൽപ്പന എഴുതുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 3 പേര് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി കൊണ്ടുപോയി ദുരാസു സമഭൂമിയിൽ ഒരു ബിംബം ഉണ്ടാക്കി. അവിടെ ഞങ്ങളുടെ അരുമയാന കുഞ്ഞുങ്ങൾ കരത്തെ തൂക്കി ഇമാതിരി സുൽഗറതയെ ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വേടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചെങ്കിൽ എന്ന് രാത്രി വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് രാത്രി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവരുക. ദുരാസു സമഭൂമിയിൽ ശദ്രക് മേശക് അബേദ്നെഗോഗിന് വേണ്ടി വെളിപ്പെട്ട കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുക. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി പറ, എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. കരമുയർത്തുന്നവർ അവർ എന്നെ ശാക്തീകരിക്കും. അവൻ്റെ നീതിയുടെ വലങ്കരം ആണ്ടിൻ്റെ അവസാനം വരെ ഈ വർഷം മുഴുവൻ എന്നെ നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ മരണം കാണാൻ നാട്ടുകാർ കാത്തു നിൽക്ക്. എന്താ സംഭവിച്ചത്? യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലയുയർത്തി, പുതയ്ക്കാൻ വല്ലതും തരാം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ദൈവദാസനാകുന്ന എളിവനോട് ചോദിക്കുക, എൻ്റെ പ്രിയ ദൈവദാസനെ, ശരീരത്തിനകത്ത് കാത്തി കയറിയിട്ടും അവൻ മരിച്ചില്ല. ശരീരത്തിനകത്ത് ഹല്ലേലൂയ എണ്ണ ഇറങ്ങിയിട്ടും മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? അപ്പച്ചാമ്മച്ചി കരമുയർത്തി പറയണം, കാൽവറി ദർശനം കണ്ടവനെ തകർക്കുക ഒരന്തപുരത്തിൻ്റെ കൽപ്പനകൾക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ക്രൂശിന്റെ വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി ആരാധിക്കുന്ന നിന്നെ തകർക്കുക ഒരു ഡൊമീഷന്റെ കൽപ്പനകൾക്ക് കഴിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തുവാൻ കഴിയും? ഇന്ന് രാത്രി വിശ്വാസത്തോടെ, ആരാ നമ്മുടെ ദൈവം? സാധാരണ ദൈവമല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ബ്രദറെ, നീ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം. സഹോദരി, നീ ഇരിക്കുന്ന
അറിയുന്ന ദൈവം, അപ്പച്ച നടക്കുന്നത് അറിയുന്ന ദൈവം, അമ്മച്ചി കിടപ്പറിയുന്ന ദൈവം. ആകാശത്ത് കയറിയാലും അവൻ്റെ കരം എന്നെ തേടിയെത്ത്, ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടക്ക ഭരിച്ചാലും അവൻ്റെ കരം തേടിയെത്ത്. വയനാട് കുലുങ്ങട്ടെ, കന്യാകുമാരി ഭൂകമ്പം വരട്ടെ, കീഴെ നിന്റെ വീടിനെ കാക്കുന്ന ഫൗണ്ടേഷൻ ഇട്ടവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇവിടെ ഉൽക്ക വീഴട്ടെ, ഇന്ന് രാത്രി ഇയ്യോബിൻ്റെ ഭവനത്തെ വേലി കെട്ടി കാത്തവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തണം. എൻ്റെ വശത്ത് 1000 പേര്, എൻ്റെ വലതുവശത്ത് കാരക്കോണത്ത് 10,000 പേര് വീഴും. അതൊന്നും എന്നോട് അടുത്തു വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം, സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാ ഇന്ന് രാത്രി? അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ഒരനർത്ഥം എനിക്ക് വരികയില്ല. കൺവെൻഷൻ്റെ ആദ്യ രാത്രി, ഒരു അവസാന രാത്രി, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. അവൻ അറിയാതെ ഇന്ന് രാത്രി എള്ളുവിള പറയണ എൻ്റെ തലയിൽ ഒരു മുടി നാര് പോലും താഴെ വീഴത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മച്ചി കരമുയർത്തിയാട്ടെ, ചെറുപ്പക്കാരെ കരമുയർത്തിയാട്ടെ. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത്, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി തകർച്ചകളുടെയും പതറുകളുടെയും നടുവിൽ നിന്നെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. യോഹന്നാന് കൊടുത്ത അവസാന ശിക്ഷാവിധിയാണ് അവനെ നാട് കടത്തുന്നു. ഗ്രീസിലെ ഏതൻസ് 40 മൈൽ നീളത്തിൽ ഒഴുകുന്ന തേംസ് നദി 16 നീളം 10 വീതി പൂവാർ ഐലൻഡ് പോലൊരു ദ്വീപിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ സ്ഥലം മാറ്റുന്നു. വയോധികനെ ഒരു പോലീസ് ജിപ്പിൽ നിന്ന് ഹല്ലേലൂയ വെള്ളറ പോലീസ് സ്റ്റേഷൻകാർ പൂജപ്പുര ജയിലിൽ തള്ളുന്നു പോലെ അവിടെ തള്ളി. 5 കാഴ്ചകളാ കുഞ്ഞുങ്ങളെ അവിടെ. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യൻ്റെ മാംസം കൊത്തുവാൻ നിൽക്കുന്ന കഴുകൻ, അസ്ഥിക്കഷം വാർന്നു തന്നെ പരുന്ന്, തനിക്ക് മുമ്പേ പോയവരുടെ തലയോട്ടിയുടെ ദുർഗന്ധം. യെസ്, അത് കണ്ടിട്ട് അവനൊന്ന് മുട്ടുമടക്കി പാറ കൂട്ട. വയോധികൻ 95 വയസ്സുണ്ട്. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചന വിചാരിച്ചു ഞാൻ അസ്തമിക്കാൻ പോവാ. എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ മുട്ടുമടക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി തമ്പയറല്ല വലുത്, ഇന്ന് രാത്രി കൂടിയിരിക്കുന്നവരല്ല വലുത്, 10,000 വാട്സല്ല വലുത്. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പുൽപ്പായിൽ കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. രൂത്തിൻ്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയപ്പോൾ അവളെ ബോവസിൻ്റെ വയലിലെത്തിക്കുവാ സ്വർഗത്തിൻ്റെ കരമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. പൊട്ടക്കിണറ്റിനകത്ത് കിടന്ന യോസഫിനെ പുറത്തു കൊണ്ടുവരുവാ സ്വർഗത്തിൻ്റെ കരമെത്തിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. കടിച്ച് കീറാൻ വരുന്ന സിംഹങ്ങളുടെ നടുവിൽ നിന്ന് കരമുയർത്തി ആരാധിക്കുന്ന ദാനിയേലിന് വേണ്ടി കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി വചനം എടുത്തുകൊണ്ട് ഇന്ന് രാത്രി പറയണം, യോസഫേ, നീ ഫലപ്രദമായ മുന്തിരി വള്ളിയെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി വെച്ചാലും, ദാനിയേലേ, നീ പുറത്തു വരത്തില്ലെന്ന് ദൂതപിശാച് ബൗണ്ടറി കെട്ടിയാൽ, രൂത്തേ, ഇന്ന് രാത്രി നീ മോവാബ് വിട്ടത് വരത്തില്ലെന്ന് 1000 ആണ്ട് ശാപത്തിൽ ചക്രവർത്തിമാരെഴുതിയാൽ നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ഈ രാത്രി അവസാന രാത്രിയാ. സിംഹങ്ങളുടെ വായടച്ച കർത്താവ്, ബോവസിന് വേണ്ടി രൂത്തിന്റെ വയലൊരുക്കിയ കർത്താവ് പുറത്തു വരത്തില്ലെന്ന് ചേട്ടന്മാർ തള്ളി കാരാഗ്രഹത്തിനകത്ത് വീണ യോസഫിനെ പിടിച്ചുയർത്തുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തോണ്ടേ പോകാവൂ. ഇന്ന് രാത്രി നാളുകളായി നിന്റെ കുടുംബത്തിനെതിരെ കടുങ്കട്ട് വെച്ചുകൊണ്ട് നീ പുറത്തു വരത്തില്ല, നിന്റെ കുടുംബം പുറത്തു വരത്തില്ല, നിനക്കൊരു നന്മ വരത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ എള്ളുവിള വിട്ടു പോകാൻ നിന്നെ സമ്മതിക്കാതെ ദുഷ്ടപിശാച് നിന്റെ പാപിക്കെതിരെ പോരാടുന്നെങ്കിൽ ഇന്ന് രാത്രി ആര് കരമുയർത്തോ? ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് രൂത്തിന്റെ കണ്ണുനീരിനകത്തിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൂതേറ്റെടുക്കുന്നവർക്ക് ആത്മാവിൽ ചലിച്ചു തുടങ്ങിയാട്ടെ. ചേട്ടന്മാരും നാട്ടുകാരും തള്ളി നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടേക്ക്. യോസഫേ, നിന്റെ മരണം കാണാൻ നാട്ടുകാർ കാത്തു നിൽക്കും. സിസ്റ്ററെ, ഇന്ന് രാത്രി വീട്ടിനകത്ത് മരണം കാണാൻ വരുന്ന ദൂതപിശാച് കാത്തിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറ, മരണമല്ല വരുന്ന സ്വർഗത്തിന്റെ കോവണി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാജാവ് നിനക്കെതിരെ കൽപ്പന എഴുത്. ദാനിയേലേ, ഒരുപക്ഷെ ഇറാഖിനകത്ത് നിന്റെ ശവം 5 ഡെഡ് ബോഡി അടക്കുന്നത് ലോകം പറയും. എന്നാൽ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആകുക ദൈവത്തിന്റെ കരം നിന്റെ പിൻപിലുണ്ടെങ്കിൽ സിംഹങ്ങളുടെ പല്ലിനെ പിടിക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി പറയണ, രൂത്തിന്റെ കണ്ണുനീരിന്
അതിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ സഹോദരി, എന്നെയും ദൈവം പുറപ്പെടുവിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ചെറുപ്പക്കാരാ, സിംഹത്തിൻ്റെ കുഴിയിൽ കടന്ന് അവസാനിക്കുമെന്ന് ലോകം നിനക്കെതിരെ വിധിയെഴുത എല്ലാ ദൈവം നിനക്കൊരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി കുഴിയിലല്ല, കൊട്ടാരത്തിനകത്താ ദൂത് ഇന്ന് രാത്രി ഏറ്റെടുത്താണ്. സ്വോത്രം. ഇന്ന് രാത്രി എൻ്റെ മരണം കാണാൻ സ്വന്തം രക്തബന്ധങ്ങൾ എള്ളുവളെ കാത്തിരിക്കും. യോസഫേ, ഭാരപ്പെടേണ്ട. അവന്മാർ മരണക്കണി ഉണ്ടാക്കും, പക്ഷേ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു ഇരിപ്പിടം ഉണ്ടാക്കും. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. ആത്മാവിൽ വചനം ഏറ്റെടുക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ കരം ഇവിടെ ചടിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കയ്യെ കെട്ടിയ, നിന്റെ കാലുകളെ കെട്ടിയ, നിന്റെ പാപിക്കെതിരെ കെട്ടിയ മന്ത്രവാദ ചരടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞുകൊണ്ടിരിക്കുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അഭിഷേകത്താൽ. ഏറ്റെടുക്കണം. ഇന്ന് രാത്രി ഒരു ദൈവദാസം വന്ന് തലേ കൈവെക്കണ്ട. ഇന്ന് രാത്രി പറഞ്ഞ വചനം എൻ്റെ കൂടെയുണ്ട്. ഈ വചനം പെയ്തിറങ്ങുമ്പോൾ തന്നെ എൻ്റെ വീട്ടിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ വിസയുടെ വിഷയത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ MBBSയുടെ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ലോണിൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ കരമുയർത്ത്. എൻ്റെ PSC ടെസ്റ്റിനകത്ത് ദൈവം ചില അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കസേരയ്ക്കകത്തിരുന്ന് ഞാൻ പേന പിടിച്ച് സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുവാ. ദാനിയേലിനെ എടുത്തുയർത്തിയതുപോലെ ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണ്. എത്ര പേർക്ക് ആത്മാവിൽ ചലിക്കാൻ കഴിയും? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രി ആരൊക്കെ നിന്നെ എള്ളുവിള വെട്ടിക്കളഞ്ഞാൽ, നിന്റെ വേർക്കെട്ടെന്ന് ലോകം എഴുതിയാൽ, തണ്ട് വരത്തില്ലെന്ന് ലോകം പറഞ്ഞാൽ, ഇന്ന് രാത്രി കണ്ണുനീർ ഗ്രൗണ്ടിൽ ഇറങ്ങട്ടെ. ഉണർവാരംഭിക്കുന്നത് കണ്ണുനീരാ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ വെട്ടിയാലും, വേർ കെട്ടുപോയാലും, നിലത്ത് പഴകിയാലും, അതിൻ്റെ കുറ്റിക്കകത്തുനിന്ന് ഒരു മോള പോട്ടും ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷൻ എൻ്റെ പുരയ്ക്കകത്ത് കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം എന്നെ നടത്ത്. ഹല്ലേലൂയ. യോഹന്നാന് വേണ്ടി സ്വർഗം തുറക്കുന്നു. അവൻ കണ്ട ദിവ്യ ദർശനം 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപഠിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്, 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ, കാൽവരുടെ കൊലക്കളത്തിൽ 156 മുള്ളും 39 അടി, പെരട്ടോണിയസിൻ്റെ ചാട്ടവാർ ഈയക്കട്ടയും വാളച്ചൂണ്ടയും കൊണ്ട് ശരീരം തകർന്ന യോഹന്നാൻ കാണുന്നത് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖ. ഒരു കരമിറങ്ങി വന്ന് അവനെ തൊട്ട് ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാന്, ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നേക്ക് പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്പോക്കാലിപ്സ്. അതുകൊണ്ട് 404 വാക്യം 22 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്ത് ഇന്ന് രാത്രി എന്താ സമയമെടുത്തത്? ഇനി പടപടാ സയൻസിലേക്ക്, ഇനി വളരെ ക്ലിയർ കട്ടായിട്ട് ഇൻ്റർനെറ്റിലേക്കും ബൈബിളിലേക്ക്. ആദ്യം തുടങ്ങുന്നത് എതിർ ക്രിസ്തുവിലേക്കും കമ്പ്യൂട്ടറിലേക്കും, അതിനുശേഷം മൊബൈലുകൾ പടപടാ പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാം ബൈബിൾ റിലേറ്റഡ് ടു സയൻസിലേക്ക്. വിശുദ്ധ ബൈബിളിൽ 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷയുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗം തീരാറായി. പെന്തക്കോസ്ത് പെരുന്നാളിൽ സിഗിയോൻ മാളിക മുറി 120 പേർ ദൈവസന്ധിയിൽ മുട്ടുമടക്കുമ്പോൾ യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തി. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിൽ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളം. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ അരുമயான പാടലെ പാടുന്ന കൊളുവിനാർ പക്കത്തെ കവലയിൽ നിന്ന് എങ്കെ പാടുവത്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, രക്ഷയുടെ വാതിലടയാറായി. വചനമേറ്റെടുക്കുന്നവർക്കായി കൃപായുഗത്തിൽ 1 ദൈവസഭ എടുക്കപ്പെടും. സ്തോത്രം. അപ്പോൾ പലരും വിചാരിക്കുന്ന പെന്തിക്കോസുകാരെ എടുക്കുമെന്ന്. പെന്തിക്കോസുകാരുടെ കാര്യം ഇപ്പോൾ സംശയമായിട്ടിരിക്കുക. സ്വതന്ത്ര നമ്മൾ ഇന്ന് പെന്തിക്കോസ് 2 പെന്തിക്കോസാണ്. പാസ്റ്റർമാർ ഒരുപാട് പേര് ഇതിനകത്തിരിപ്പുണ്ട്. നല്ല ഒരു പെന്തിക്കോസുണ്ട്, അതിനകത്ത് രക്ഷ, മാനസാന്തരം, സ്നാനം, വിശുദ്ധി, വേർപാട്, കർത്തൃമേശ, നിത്യത. വേറൊരു കോഴ്സ് വന്നിട്ടുണ്ട്, അത് ഈ പെന്തിയില്ല, വെറും കോഴ്സ്. ആ കോഴ്സ വെള്ളത്തിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ആ വെള്ളത്തിന് സയൻസ് 2 വേടാ. H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ആ വെള്ളം. സ്വതന്ത്രം. പിള്ളേരൊക്കെ പഠിക്കണം, മാവേ അറിയാൻ പോകരുത്. സ്വതന്ത്രം. ഇതാണ് പഠിക്കേണ്ടത്, H2O. അതുപോലെ ഇന്ന കോഴ്സ് വന്നിട്ടുണ്ട്. യവന്മാർക്ക് വചനമില്ല,
2 ഫയർ 1 പവർ. ഇതാ ഇന്നത്തെ കോഴ്സ്. ഈ പരിപാടിക്ക് കുന്നത്തുകാലിലും കുറേ ഭീരമായുണ്ട്. പയർ അവൻ്റെ അടുപ്പിലെ പയർ വേവുന്നില്ല. സ്വോത്രം അവനെല്ലാം താഴെ ഇറക്കണം. സ്വോത്രം എന്താ സുവിശേഷം? ചിലപ്പോൾ കരച്ചമാർ വിട്ടിരിക്കുന്നുണ്ട്. അവൻ ഇവരുടെ കൂട്ടത്തിൽ പോലും കർത്താവ് തീർത്ത് കളയും. എന്താ സുവിശേഷം? ഞങ്ങളല്ല, ബൈബിളിലുണ്ട്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് 3-ാം നാൾ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കണം. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം.